പല്ലാരിമംഗലം അടിവാട് ആളില്ലാത്ത വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങളും വസ്ത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 83 ഗ്രാം സ്വർണ്ണാഭരണം ഉൾപ്പെടെയാണ് ശനിയാഴ്ച രാത്രിയിൽ കവർന്നത്. പല്ലാരിമംഗലം അടിവാട് കമ്മലയിൽ സാബിക്കിന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രിയിലാണ് കവർച്ച നടന്നത്. വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്ന് 83 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും വാച്ചും 15,000 രൂപയും കവർന്നു. വീട്ടുകാർ അർദ്ധരാത്രിയോടെ മടങ്ങിവന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വാതിൽ തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കോടാലിയും പാരയും സമീപത്തുനിന്ന് കണ്ടെത്തി. മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന വസ്ത്രങ്ങൾ പുരയിടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. CCTV ദൃശ്യത്തിൽ നിന്ന് സംശയാസ്പദമായ ഒരാളുടെ ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ കാലിന് പരിക്കുള്ളതായും കാണുന്നു. വിരലടയാള വിദഗ്ധരെയും ഡോഗ് സ്ക്വാഡിനെയും കൊണ്ടുവന്ന് പോലീസ് തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. ഊർജിത അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു. മോഷ്ടാവിനെ വൈകാതെ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷ. ദിവസങ്ങൾക്ക് മുമ്പ് കൂവള്ളൂരിലെ ഒരു വീട്ടിലും വാതിൽ പൊളിച്ച് മോഷണത്തിന് ശ്രമം നടന്നിരുന്നു. ഈ വീട്ടിലും ആളുണ്ടായിരുന്നില്ല. ഒരേ മോഷ്ടാവാകാനുള്ള സാധ്യതയും പോലീസ് സംശയിക്കുന്നുണ്ട്. താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ തുടർച്ചയായി മോഷണം നടന്നിട്ടും മോഷ്ടാക്കളെ കണ്ടെത്താൻ കഴിയാത്തതിൽ പോലീസിനെതിരെ വിമർശനം ശക്തമാണ്. GTV ന്യൂസ്, പല്ലാരിമംഗലം.